IFPHന്റെ 1356 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മൾ ഒരു ചർച്ചയാണ് നടത്തുന്നത്. ആ ചർച്ച നേതൃത്വം കൊടുക്കുന്നതിന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ സദസേട്ട് PHMS, ആലുവ സേട്ട് ഹോമിയോപ്പതി കൊച്ചിൻ ബ്രാഞ്ചിന്റെ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ. ഇതിനോടകം അനേകം ക്ലാസ്സുകൾ നമ്മളോട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി സൗന്ദര്യ ചികിത്സയും ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിന് 2 ഭാഗമായിട്ട് ക്ലാസ് എടുത്തു. അതിന്റെ ബാക്കി ഭാഗം അവശേഷിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു അടിയന്തര സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തവും ഹോമിയോപ്പതിയും എന്ന ഒരു വിഷയത്തിലുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. 27 വർഷത്തെ ചികിത്സാ പരിചയമുള്ള ഡോക്ടർ ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്കായി എത്തിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തവും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ ചർച്ച തുടങ്ങുന്നതിന് ഡോക്ടർ സദസേട്ട് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടറെ, ചർച്ച തുടങ്ങാം. നന്ദി. IFPHല് ഡോക്ടർ മേരി നല്ലൊരു ഡിസ്ക്രിപ്ഷൻ എന്നെ കുറിച്ച് കൊടുത്തത്. പക്ഷെ ഇന്നെല്ലാം പൊളിയോ എന്നൊരു സംശയമുണ്ട്. കാരണം വെച്ചാല് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മൾക്ക് മലയാളികൾക്ക് ഇത്ര വലിയ ഡോക്ടർമാർക്കൊന്നും പുതിയൊരു സബ്ജക്റ്റ് അല്ല, പുതിയൊരു കാര്യങ്ങളും അല്ല. നമ്മൾ സ്ഥിരം ക്ലിനിക്കുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പൊ നമുക്കൊരു അടിയന്തരമായിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യേണ്ട വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തില് പല സ്ഥലത്തും ഇങ്ങനെ ഒരു എൻഡമിക് ആയിട്ടും എപ്പിഡമിക് ആയിട്ടും ഒക്കെ മഞ്ഞപ്പിത്തം കാണുന്നു. അപ്പൊ നമ്മളുടെ ക്ലിനിക്കുകളിലും വരാം, അല്ലെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ക്യാമ്പുകളിൽ പബ്ലിക് ഹെൽത്ത് കൊണ്ട് ഇനി എന്തൊക്കെ നടക്കുമെന്നറിയില്ല. ക്യാമ്പിലൊക്കെ നമ്മളെ അടുപ്പിക്കുമെന്നറിയില്ല. എന്നാലും നമ്മള് എന്തൊക്കെ വന്നാലും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക ആദ്യം. കാരണം നമ്മൾ കോവിഡിന്റെ സമയത്തും ഇത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത്. ആദ്യം നമ്മളെ വിളിച്ചില്ല, അടുപ്പിച്ചില്ല, തുടപ്പിച്ചില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷെ ജനങ്ങൾക്ക് നമ്മളെ വേണ്ടതുകൊണ്ട് കോവിഡിന്റെ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ കിട്ടി, നമ്മുടെ സമയം വന്നു, നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക. അപ്പൊ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു ചർച്ച എനിക്ക് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മഞ്ഞപ്പിത്തത്തിന്റെ എല്ലാം ഒന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് ഒക്കെ ആണെങ്കിലും നമ്മൾ മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് മലയാളത്തിൽ സംസാരിക്കാന്ന് പറയുന്നത് ഇത്തിരി എളുപ്പമില്ല. എന്നാലും മഞ്ഞപ്പിത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കരളിലുള്ള ഉണ്ടാകുന്ന ഒരു വീക്കം, അതിനോട് അനുബന്ധിച്ച് വരുന്ന അതിന്റെ രോഗലക്ഷണങ്ങൾ. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു അസുഖമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അതൊരു അസുഖത്തിന്റെ നമ്മളെ ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണിക്കുന്ന, നമ്മൾക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു എന്തെന്നാ ഒരു ലക്ഷണം. അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് മഞ്ഞപ്പിത്തം ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു മഞ്ഞപ്പിത്തം പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ടാണ് മഞ്ഞപ്പിത്തം വന്നു, എന്താണ് അവരുടെ നമ്മുടെ ക്ലിനിക്കിൽ കാണാം അല്ലെങ്കിൽ നമ്മളൊരു ക്യാമ്പിൽ പോയാൽ എന്തുകൊണ്ട് മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തത്തിന്റെ ബേസിക് അറിയേണ്ടത് കുറെ കാര്യങ്ങളുണ്ട്. മഞ്ഞപ്പിത്തം വൈറൽ ഡിസീസ് ആണെന്നും ഹെപ്പറ്റൈറ്റിസ് കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം. ഓക്കെ. മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാന്നുള്ളത് നമുക്ക്. അങ്ങനെ പലതരത്തിലും തരം തിരിച്ചിട്ടുണ്ട്. അപ്പം എ ഒക്കെ പറയണത് എന്താ വെച്ചാൽ വാട്ടർ ബോണും A and E അല്ലെങ്കിൽ A and E ഏറ്റവും കൂടുതൽ വരുന്നത് വാട്ടർ ബോൺ ആണ്. അല്ലെങ്കിൽ അവരുടെ പരിസര മലിനീകരണം, ഭക്ഷണം, അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്. അതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് അത് പോകും. അപ്പൊ എന്തിനാ നമ്മൾ അതിന് മരുന്ന് കൊടുക്കണം? സെൽഫ് ലിമിറ്റിംഗ് ആണെന്ന് പറയും. പക്ഷെ എന്തിനു മരുന്ന് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മഞ്ഞപ്പിത്തത്തിന് A and E ആണോ എന്ന് എങ്ങനെ അറിയും എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. നമ്മള്
ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മഞ്ഞപ്പിത്തത്തിന്റെ സാധാരണ സിംറ്റം ചിലപ്പോൾ ചിലർക്ക് വയറിളക്കം മുതൽ പനി മുതൽ ബോഡി പെയിൻ ഉണ്ടാവും, ലൂസ് മോഷൻ, എല്ലാവർക്കും അറിയാവുന്ന ചെറിയ 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 പനിയുടെ സിംറ്റം. പിന്നെ മഞ്ഞപ്പിത്തം, കണ്ണില് മഞ്ഞപ്പിത്തമായിട്ടും നമ്മൾ പറയും കണ്ണും നഖം നോക്കാൻ പറയും. ഇന്നത്തെ കാലത്ത് നഖമൊന്നും നമുക്ക് നോക്കിയാൽ കിട്ടില്ല, ഒക്കെ ക്യൂടെക്സ് അടിച്ചും പലതരത്തിലുള്ള പെയിന്റ് അടിച്ചിട്ടൊക്കെ നെയിൽ ആർട്ടൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ മിക്കവാറും നമ്മൾ കാണുന്നത്. പിന്നെ കണ്ണിൽ നോക്കുക എന്നുള്ളതാണ്. കണ്ണിൽ നമുക്ക് മഞ്ഞപ്പ് കിട്ടും. പിന്നെ യൂറിൻ യൂറിൻ ഒരു മഞ്ഞപ്പ് കാണും, അതിനെ പറയുന്ന പേരാണ് പോളിയൂറിയ. ഓക്കെ, പോളിയൂറിയ ഉണ്ടോന്ന് നോക്കുക. ഇംഗ്ലീഷിൽ പറയുന്ന ടേം ആണ് കോളിയൂറിയ. ദാറ്റ് ഈസ് ഡാർക്കിഷ്നെസ് ഇൻ ദ യൂറിൻ. അപ്പൊ കോളിയൂറിയ ഉണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം നോക്കാം. നമുക്ക് അറിയാൻ പറ്റും, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. യെല്ലോയിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ യെല്ലോ മഞ്ഞ കളറിലുള്ള ഒരു മൂത്രം, അതിന് പറയുന്ന പേരാണ് കോളിയൂറിയ. അപ്പൊ അതുണ്ടോന്ന് നോക്കുക. പിന്നെ ബാക്കി ഇത് ചെയ്യാം. ഫിസിക്കൽ എക്സാമിനേഷൻ ഇസ് എ മസ്റ്റ്. ഇവിടെയാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് മഞ്ഞപ്പിത്തത്തിൽ. ഒന്ന്, നമ്മൾ കെടുത്തുക, പെർ അബ്ഡോമൻ കറക്റ്റ് ആയിട്ട് നോക്കുക. പെർ അബ്ഡോമനിൽ നമുക്ക് ലിവർ എൻലാർജ് ചെയ്യാൻ പറ്റും. പെർ അബ്ഡോമനിൽ ഇത് ചെയ്യാനും പറ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് പെർക്കഷൻ. പെർക്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിട്ട് കാല് മുട്ട് മടക്കിയിട്ട് വയറ് ലൂസ് ആക്കിയിട്ട് ലിവറിന്റെ മുകളിൽ നിന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലിവർ എൻലാർജ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും മറ്റേ 12th റിബിന്റെ എത്ര സെന്റിമീറ്റർ താഴെയാണെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പെർക്കഷൻ. നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. പെർക്കഷൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ വയറിന്റെ ഹാർഡ്നെസ്സും ടോൺസിലെ വ്യത്യാസങ്ങൾ കാണാം. കറക്റ്റ് ആയിട്ട് നമുക്ക് ഹാർഡ്നെസ് ബിലോ ദ ലിവർ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് എപ്പിഗാസ്ട്രിയം. ലെഫ്റ്റ് എപ്പിഗാസ്ട്രിയം എന്തിനാ നോക്കണം? ലെഫ്റ്റ് എപ്പിഗാസ്ട്രിയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയറിന്റെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ ലിവർ ഉണ്ട്, റൈറ്റ് സൈഡിൽ നമുക്ക് സ്പ്ലീൻ ഉണ്ട്. ഓക്കെ, അപ്പൊ സ്പ്ലീൻ ആണ് നമുക്ക് നോക്കേണ്ടത്. സ്പ്ലീൻ ശരിക്കും എക്സാമിൻ ചെയ്യുക. സ്പ്ലീനിനും ഇതുപോലെ തന്നെ പെർക്കഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിന്റെ കൂടെ സ്പ്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ആ 12th റിബിന്റെ താഴെ കൂടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, 12th റിബിന്റെ താഴെ കൂടെ ശരിക്കും ഇങ്ങനെ എക്സാമിൻ ചെയ്യാം. ഇങ്ങനെ എക്സാമിൻ ചെയ്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റ് സ്പ്ലീൻ എൻലാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ബേസിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറെ തിയറി അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്ലിനിക്കിൽ വരിക. അപ്പൊ അവരടുത്ത് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ പറയും ഇന്ന പോലെ അവിടെ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഇന്നലെ വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു, അങ്ങനെയാണ് മഞ്ഞപ്പിത്തം കിട്ടാൻ കാരണം. അതായിരിക്കും നമുക്ക് ബേസിക്കല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉദ്ദേശത്തിൽ ഒരു സാധനം കിട്ടണമെന്ന് എ ബി സി ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ബി മിക്കവാറും വരുന്നത് നമ്മുടെ സെക്ഷൽ ഇതും ഇഞ്ചക്ഷൻസും അങ്ങനെയാണ്. പക്ഷെ എന്നാലും ബിയും നമുക്ക് ഇതുപോലെ കിട്ടാം. പക്ഷെ ബിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ക്രോണിക് ആയിട്ട് മാറും. അപ്പൊ ക്രോണിക് ആയിട്ട് മാറുമ്പോഴാണ് ബിയുടെ അല്ലെങ്കിൽ കരിയർ സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴാണ് ബി കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്. ബാക്കി ഇതൊക്കെ സെൽഫ് ലിമിറ്റിംഗ് ആണ്. 1-2 മാസം അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് എയും ഇയും ഒക്കെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് വരും. പിന്നെ നമ്മുടെ വൈറസ് എന്ന് പറയുമ്പോൾ വൈറൽ ഇതല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇത് വരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വൈറസ് ആണ് മെയിൻ. അഡിനോ വൈറസ് എന്നൊരു സാധനം ഉണ്ട്, അത് കുറച്ചും കൂടി ഡേഞ്ചറസ് ഇതാണ്, പക്ഷെ വളരെ റെയർ ആയിട്ട് കാണുന്നതാണ്. പിന്നെ എപ്സിൻ-ബാർ വൈറസിലും, അതായത് കിസ്സിംഗ് ഡിസീസസിലും വൈറൽ ഇഷ്യൂ കാരണം നമുക്ക് ജോണ്ടിസ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നോൺ വൈറസ് ആണ് നമ്മൾ സാധാരണ കേരളത്തിൽ ഇപ്പൊ കൂടുതൽ കാണുന്നത് ഏതാ? നോൺ വൈറസ് വരുന്നത് ടോക്സോപ്ലാസ്മയില് നല്ലോണം വരും. കാരണം വെച്ചാൽ ടോക്സോപ്ലാസ്മ ഇസ് വൺ ഓഫ് ദ കോസ് ഫോർ ഇൻഫെർട്ടിലിറ്റി ഓൾസോ.
അപ്പൊ ഇൻഫെർട്ടിലിറ്റിക്ക് വരുമ്പോഴും നമ്മൾ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട. ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെന്റ് വന്നാലും ടോക്സോപ്ലാസ്മ നമ്മൾ ചെക്ക് ചെയ്യണം. അതും ഇതുപോലൊരു എന്താണ് ബാക്ടീരിയൽ ഓർഗാനിസം ആണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിക്കും അതൊരു കോസ് ആയിട്ട് കാര്യം. ഓക്കെ. പിന്നെ വരുന്നത് ലെപ്റ്റോസ്പൈറ. അത് നമുക്ക് എപ്പോഴും ഇവിടെ കിട്ടുന്നതാണ്. കാരണം വെച്ചാൽ എലിപ്പനിയും ഇതൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. ക്യൂ ഫീവർ അങ്ങനെയൊക്കെ നമുക്ക് കാണാറില്ല. പിന്നെ പ്രഗ്നൻസി പീരീഡിൽ മിക്കവാറും മഞ്ഞപ്പിത്തം കാണാറുണ്ട്. പിന്നെ സാധാരണ കാണുന്നതാണ് SLE, സിസ്റ്റമാറ്റിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്. SLEയിൽ നമുക്ക് കിട്ടും. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് ജോണ്ടിസ്. പിന്നെ നമുക്ക് ഫാറ്റി ലിവർ കിട്ടാറുണ്ട്. ഫാറ്റി ലിവറിൽ നിന്ന് സിറോസിസ് ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡിലോട്ട് പോകുന്ന ഒരു സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലും നമുക്ക് ഇത് കിട്ടും. ബാക്കി ഓക്കെ. ഇനിയിപ്പോ ഈ വൈറൽ ഇതുകൊണ്ടെന്നുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്ന സിംറ്റംസ് ഇങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആൽക്കഹോൾ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, മെഡിസിൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ബേസിക്കലി നമ്മൾ ആൽക്കഹോളിക് പേഷ്യൻസിന് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ഐഡന്റിഫൈ ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഐഡന്റിഫൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഹിസ്റ്ററി അല്ലെങ്കിൽ പേഷ്യൻസ് എടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ആൽക്കഹോളിസത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു 10,000-4,000-5,000 പേഷ്യൻസിനെ അവർ ചിലപ്പോൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ആൽക്കഹോളിസം തന്നെ. പക്ഷെ അതിൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 100 പേരായിരിക്കും. അസുഖം മാറ്റണം അല്ലെങ്കിൽ കള്ളുകൂടി നിർത്തണം എന്ന് പറഞ്ഞ് വരുന്നതൊക്കെ വളരെ ചുരുക്കമാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അവരുടെ ഭാര്യമാര് അല്ലെങ്കിൽ വീട്ടുകാര് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. പലരും മെഡിസിൻ നമ്മൾ അറിയാതെ കൊടുക്കുകയാണ്. അവരെങ്ങനെ കൊടുത്തു, എങ്ങനെ കൊടുക്കും എന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ, നമുക്കത് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ. പിന്നെ പോയ്സൺസ്, അത് നമുക്കറിയാം. പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കുറെ വരുന്നുണ്ട് ഇപ്പൊ. ഓക്കെ. അപ്പൊ നമ്മളൊരു കോസ് എന്നുള്ളതിൽ ഇത് മിക്കവാറും ഒക്കെ നമുക്ക് പിന്നെ ഒരെണ്ണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ കൂടുതൽ കാണുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും സിംറ്റംസും കാര്യങ്ങളും ഇതൊക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ കോസിലാണ് വ്യത്യാസം. കോസിലും ഈ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാനേജ്മെന്റ് മാറി. ഓക്കെ. ഈ മാനേജ്മെന്റ് മാറുക എന്ന് പറയുന്നത് ഓട്ടോമിനും മാനേജ്മെന്റ് വേറെയാണ്. ആൽക്കഹോളിസത്തിന് നമ്മളുടെ ട്രീറ്റ്മെന്റും മെഡിസിൻസും വേറെയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസിന് നമുക്ക് വരുന്ന ട്രീറ്റ്മെന്റും മാനേജ്മെന്റും ഒക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ. ഇനി വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ മാനേജ്മെന്റ് എടുക്കാം. ജനറൽ മാനേജ്മെന്റ് ആദ്യം നമുക്ക് എടുക്കാം. ജനറൽ മാനേജ്മെന്റ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ മാക്സിമം റീഹൈഡ്രേറ്റ് ചെയ്യുക. ഫ്ലൂയിഡ് ഇടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കുക. IV കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ലിംഗറാക്ടേറ്റ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാല് സോഡിയം പൊട്ടാസ്യം ലെവൽസിലൊക്കെ വ്യത്യാസങ്ങൾ കാണും. അതുപോലെ കാരണം വെച്ചാല് ഡയറിയ ഉണ്ടാവും. ഡയറിയ വരുമ്പോൾ ഡീഹൈഡ്രേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറ്റാവുന്നിടത്ത കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി IV ലൈൻ തുടങ്ങുക, റീഹൈഡ്രേറ്റ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മളുടെ മെഡിസിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജനറൽ മാനേജ്മെന്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ എവിടെ കിടക്കുന്നു അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ നമ്മുടെ ക്ലിനിക്കിലായിരിക്കില്ല വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പോയി നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ക്യാമ്പിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവരുടെ സർക്കംസ്റ്റൻസസ് നോക്കുക, അവിടുന്ന് ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. പിന്നെ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലൈറ്റ് ആയിട്ട് ഫുഡ് കൊടുക്കുക, ചൂട് ഫുഡ് കൊടുക്കുക. ബേസിക് ഹൈജീൻ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പറ്റുന്ന കേസായിട്ടാണെങ്കിൽ നമുക്ക് IV കൊടുക്കാം. അതിനിപ്പോ വലിയ സെറ്റപ്പുകളൊന്നും വേണമെന്നില്ല. നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഇഫ് യു ഹാവ് എൻ IV സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ബേസിക് നമ്മുടെ നീഡ് ഓഫ് ദ ക്ലിനിക്കാണ്. IV സ്റ്റാൻഡ് ഇതൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ ഒരു അത്യാവശ്യ ഘടകങ്ങളാണ്. അപ്പൊ അത് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പനി ഉണ്ടെങ്കിൽ
നമ്മൾ പതുക്കെ വെള്ളം മുക്കി തുടയ്ക്കുക, അല്ലെങ്കിൽ സ്പോഞ്ചിങ് ചെയ്യുക. ഇതൊക്കെ ബേസിക് മാനേജ്മെന്റ് ഓഫ് ജോണ്ടിസ് ആണ്. ഇനി നമ്മൾ വരുന്നത് എന്തുകൊണ്ട് ജോണ്ടിസ് വന്നു എന്നുള്ളതാണ് ആദ്യം. ഗോൾ ബ്ലാഡർ ആണോ ജോണ്ടിസ്? നമ്മൾ സാധാരണ ഇതും വരും, ഒബ്സ്ട്രക്റ്റീവ് വരും. ഒബ്സ്ട്രക്റ്റീവ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ഒബ്സ്ട്രക്റ്റീവ് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒബ്സ്ട്രക്ഷൻ വന്നിട്ടുള്ളത്, അതിന്റെ കാരണം ഗോൾ സ്റ്റോൺ ബ്ലാഡർ ആണോ, ക്യാൻസർ ആണോ, ഓർ എനി അതർ ഇഷ്യൂസ് ആണോ, ആൽക്കോളിക് സിറോസിസ് കൊണ്ടുള്ള ഒബ്സ്ട്രക്ഷൻസ് ആണോ, ലിവർ ഡാമേജസ് ആണോ എന്ന് മാത്രം റൂൾ ഔട്ട് ചെയ്യും. ഇതൊക്കെ 5 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പേഷ്യന്റ് ക്ലിനിക്കിൽ വന്നു, അവനെ പിടിച്ചൊന്ന് ഹിസ്റ്ററി എടുക്കുക, 5 മിനിറ്റ് 10 മിനിറ്റിൽ നമുക്ക് ഹിസ്റ്ററി എടുക്കുക, എക്സാമിൻ ചെയ്യുക, വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യിക്കുക പെട്ടെന്ന്, ആൻഡ് സ്റ്റാർട്ട് മെഡിസിൻസ്. അപ്പൊ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ളത്. ടെമ്പറേച്ചർ നോക്കുക, ടെമ്പറേച്ചർ നോക്കിയിട്ട് നേരെ ബാക്കിയുള്ള ഘടകങ്ങളിലോട്ട് പോവാം. പിന്നെ നമ്മളുടെ അടുത്ത് വരുന്നതാണ് ഇക്ടർ അല്ലെങ്കിൽ ജുവനൈൽ ജോണ്ടിസ്. അതിന്റെ കാരണങ്ങൾ വേറെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ജോണ്ടിസ്, ജനറൽ ജോണ്ടിസും ജുവനൈൽ ജോണ്ടിസും എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ജുവനൈൽ ജോണ്ടിസ് വരുമ്പോൾ ഇക്ടറസ് കൂടുതലുണ്ടാവും, പരമാവധി വെയിൽ കൊള്ളിക്കുക. അതിന്റെ പാത്തോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിമോഗ്ലോബിൻ ഡാമേജ് വരുന്നു, അതായത് പെട്ടെന്ന് ഡാമേജ് ആവുന്നു. ആ ലെവലിലാണ് കുട്ടികൾക്ക് കണ്ണിൽ നമ്മൾ പറഞ്ഞ ഇക്ടറസും ജുവനൈൽ ജോണ്ടിസും വരുന്നത്. അപ്പൊ പരമാവധി തെർമൽ ഇതുണ്ടെങ്കിൽ, ക്ലിനിക്കൽ തെർമൽ ഉണ്ടെങ്കിൽ നമുക്കത് UV ലൈറ്റ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അടുത്ത് വെയിൽ കൊള്ളിക്കാൻ പറയാം, ഇളം വെയിൽ കൊള്ളിക്കാൻ പറയാം. പിന്നെ നമ്മളുടെ മെഡിസിൻസ്. ഇത്രയുള്ള ഒരു ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേ ടു മാനേജ് ചെയ്യാൻ പറ്റും. ആൽക്കഹോളിക് ജോണ്ടിസും ബാക്കി സിറോസിസും അങ്ങനെയുള്ള ലെവലിലോട്ട് പോകുമ്പോൾ മാത്രം നമുക്ക് കുറച്ച് ടഫായിരിക്കും അത്. പക്ഷെ ആൽക്കഹോളിക് ജോണ്ടിസ് ഒക്കെ ഇപ്പൊ നമുക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ഡയഗ്നോസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോണ്ടിസിൽ. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാം. ഡയഗ്നോസിസിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് നോക്കുക. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ആൽക്കഹോളിക് പേഷ്യന്റ് ആണെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗെറ്റ് അൾട്രാസൗണ്ട് ഡൺ ഇമ്മീഡിയറ്റ്ലി. അവരുടെ ഹിസ്റ്ററി ഹെമറ്റമിസിസ് ഉണ്ടോ എന്ന് നോക്കുക. ഹെമറ്റമിസിസ് ഉണ്ടെങ്കിൽ 99% പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ലൈഫ് ഇസ് അറ്റ് റിസ്ക്. ഓക്കെ, അതും നമുക്ക് മാനേജ് ചെയ്യാം ഏറ്റവും എളുപ്പത്തിൽ. ഇതൊക്കെ നമുക്ക് മാനേജ്. ഹോമിയോപ്പതി ക്യാൻ ഡു എനിത്തിങ് ഇൻ ജോണ്ടിസ്. അതിലൊന്നും ഒരു സംശയം വേണ്ട. മെഡിസിൻസ് പാർട്ടിലോട്ട് പോകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ബേസിക് ഒരു ജോണ്ടിസ്. നിങ്ങൾ എല്ലാവരും ക്ലിനിക്കിൽ കാണുന്നതാണ്, ക്ലിനിക്കിൽ നോക്കുന്നതാണ്. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബെഡിൽ കിടത്തി പേഷ്യന്റിന്റെ കറക്റ്റ് ഷർട്ട് ഊരിയ അല്ലെങ്കിൽ ഡ്രസ്സ് ഊരിയിട്ട് വയറ്റിൽ ശരിക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണം. അല്ലെങ്കിൽ നമുക്ക് ആ പേഷ്യന്റ് ചിലപ്പോൾ നഷ്ടപ്പെടാൻ തന്നെ സാധ്യതയുണ്ട്. ഹിസ്റ്ററി ടേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹിസ്റ്ററി ടേക്കിങ്ങിൽ തന്നെ പകുതി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഏത് കൈൻഡ് ഓഫ് ജോണ്ടിസ് ആണ്. ഓക്കെ, ആ ഡിഫറൻസിയേഷൻ ഇസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോണ്ടിസ് ട്രീറ്റ്മെന്റ് ഇസ് വെരി ഈസി. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ആരെയും കൊണ്ടും പറ്റില്ല. ഹോമിയോപ്പതിക്കാരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ജോണ്ടിസ് ട്രീറ്റ്മെന്റ് വേറെ ഒരാളെ കൊണ്ടും നന്നായി ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇതാണ് അക്യൂട്ടാണ്. ക്രോണിക് വരുന്നുണ്ട്. നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് കാരണം വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി ട്രീറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെയുള്ള കേസുകൾ, ഇപ്പൊ നമ്മളെ അക്യൂട്ടിന്റെ കേസുകൾ നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും കൊടുക്കുന്ന മെഡിസിൻസിലാണ്. ഇനി മെഡിസിൻ പാർട്ടിലോട്ട് പോയാൽ എല്ലാവർക്കും അറിയണ പോലെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചിന്തിക്കുക, ഏതൊരു ജൂനിയർ ആയിക്കോട്ടെ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന ആദ്യം നമ്മൾ ആ ലെവലിൽ നോക്കുക. നമ്മൾ വലിയ സീനിയർ ലെവലിലല്ല, നമ്മൾ ജൂനിയർ ലെവലിലോട്ട് ആദ്യം ചിന്തിക്കുക. നമ്മൾ ആദ്യം ചിന്തിക്കുന്ന മെഡിസിൻ ഏതായിരിക്കും? ചെലിഡോണിയം, ഇല്ലേ?
അത് അക്യൂട്ട് അല്ലെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഞാനിപ്പോ സംസാരിക്കുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മാനേജ് ചെയ്യണ കാര്യങ്ങളാണ്. ഓക്കെ, വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ എന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ ഇസ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് 30ക്ക് ലിവർ സോഫ്റ്റ്നെസ് ഉണ്ട്, യെല്ലോയിഷ് ഉണ്ട്. അതിന്റെ ഡോക്ടറിന്റെ സിഗ്നേച്ചർ നേരത്തെ ആരെങ്കിലും ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഫോളോ ചെയ്യാൻ പറ്റും. ഡോക്ടറിന്റെ സിഗ്നേച്ചറിൽ യെല്ലോയിഷ് ആണ്. ആസിഡ് പിക്രിക്കം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, അതും യെല്ലോയിഷ് ആണ്. ഓക്കെ, ചെലിഡോണിയം നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്റെ മനസ്സിൽ ഓടി വരിക ഫോസ്ഫറസ് 30 ആണ്. ഫോസ്ഫറസ് 30 ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ടേക്ക് കെയർ ഓഫ്. ബാക്കിയുള്ള സിംറ്റംസ് നോക്കണ്ടെന്നല്ല, ഞാൻ ഓരോന്നിനും വരുമ്പോ പറയാം. പക്ഷെ മിക്കവാറും ഫോസ്ഫറസ് 30യുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ തരത്തിലുള്ള വൈറൽ ഫീവറിന്റെ എല്ലാ സ്റ്റേജസിലും ഫോസ്ഫറസ് ഇസ് ഇൻഡിക്കേറ്റഡ്. അതിന് നല്ല തേഴ്സ്റ്റ് ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. അല്ലെങ്കിൽ ലിവറിന്റെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലിവർ സോഫ്റ്റ്നെസ് കാണും, യെല്ലോയിഷ് ഇക്ടറസ് കാണും. അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഫോസ്ഫറസിന് തേഴ്സ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എംപി തേർമൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഫോസ്ഫറസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഐ കൻ എവർ തിങ്ക് ഓഫ്. രണ്ടാമത്തത് ഞാൻ ചിന്തിക്കുക കാൽമഗ് ആണ്. ചെലിഡോണിയത്തിനെക്കാളും എനിക്ക് ഇത് SGOT SGPT ഒക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കാൽമഗ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ലൈക്ക് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. SGOT SGPT ഏതെങ്കിലും കേസുകളിൽ ഇംപ്രൂവ് ചെയ്ത് കൂടിയിട്ട് നിൽക്കുന്നുണ്ടോ, അത് എത്ര ആയിക്കോട്ടെ, കാൽമഗ് ടിഞ്ചർ അല്ലെങ്കിൽ 30 ദാറ്റ് വിൽ ബ്രിങ് ബാക്ക് ഇൻ ഡേയ്സ്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്ന മെത്തേഡിലാണ്. നിങ്ങൾക്ക് ഒരു 3-4 അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് 5 ഉള്ളി വെച്ചിട്ടോ 10 ഉള്ളി വെച്ചിട്ട് 2 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ SGPT ഏതാണെങ്കിലും ഈവൻ സിറോസിസിൽ പോലും കാൽമഗ് ഹാസ് ഹെൽപ്പ് മീ എന്റെ എക്സ്പീരിയൻസസിൽ. ഓക്കെ, ഫോസ്ഫറസ് ഇത്, പിന്നെ ബ്രയോണിയയുടെ ഒന്നില്ലെങ്കിൽ ഹയർ പൊട്ടൻസി 1 ml പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കം ഡൗൺ ടു ടിഞ്ചർ. 1 ml ആണെങ്കിലും ഫ്രീക്വന്റ് റിപ്പീറ്റേഷനിലാണ് ഞാൻ ഹെപ്പറ്റൈറ്റിസിൽ ചെയ്യുക. എഗെയിൻ ബ്രയോണിയ ഹാസ് ലിവർ ഇൻവോൾവ്മെന്റ്, തേഴ്സ്റ്റ് ഉണ്ട്, ബാക്കി ഫീവറിന്റെ എല്ലാ സിംറ്റംസും. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ജോണ്ടിസിൽ. പിന്നെ നമ്മളുടെ സ്ഥിരം വരുന്ന കാർഡസും കാര്യങ്ങളും ഇതൊക്കെയാണ്. പക്ഷെ ചില കേസുകൾ നമുക്ക് ഞാൻ റാൻഡം ആയിട്ട് പറഞ്ഞിട്ട് പോവാണ് മെഡിസിൻസിന്റെ കാര്യത്തിൽ. അക്കോണൈറ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇൻ ലിവർ കംപ്ലൈൻറ്റ്സ് ആൻഡ് ഫീവർ കംപ്ലൈൻറ്റ്സ് അക്കോണൈറ്റ് 30 ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെൻസിറ്റീവ്നെസ് നോക്കിയിട്ട് യു ഗിവ് ദ മെഡിസിൻ. അക്കോണൈറ്റ് നമ്മൾ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസിലാണ്. പക്ഷെ അക്കോണൈറ്റ് ഹാസ് ഹെൽപ്പ് മീ ഇൻ മെനി കേസസ്. കുറെ കേസുകളിൽ എനിക്ക് അക്കോണൈറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പിന്നെ ഈ ലിവർ സിറോസിസ് കേസുകളിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മെഡിസിൻസിൽ ഒന്നാണ് അസ്റ്റാക്കസ് ഫ്ലൂവിയസ്. ഓക്കെ, ഈ മെഡിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സിംറ്റം തന്നെ കിട്ടണമെന്നില്ല. വേറെ എന്തിനെങ്കിലും നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ലിവർ എൻലാർജ്ഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ബിലിറുബിൻ ഹൈ ആയിരിക്കും. ഓക്കെ, അതിന് ഹെറിഡിറ്ററി ജോണ്ടിസിന്റെ ഒരു കേസിൽ വരും. മിക്കവാറും ചിലപ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടോന്ന് പോലും പേഷ്യന്റിന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇതൊക്കെ കിട്ടുക. ചില കേസുകളിൽ സിംറ്റം ഫ്രീ ആയിരിക്കും, ബട്ട് ഹി വിൽ ബി ഇതായിരിക്കും, ജോണ്ടിസ് ഉള്ള ആളായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ അസ്റ്റാക്കസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. സിറോസിസ് ഉള്ള കേസ് ചിലപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് സിറോസിസ് ഗ്രേഡ് 1 or 2 എന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ സിംറ്റം ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പം തോന്നുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് അസ്റ്റാക്കസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. എസ്കുലസ് ഗ്ലാബ്ര
സ്പെല്ലിംഗ് ചോദിച്ചിട്ടുണ്ട്. ASTACUS, എസ്റ്റാക്കസ്. ഓക്കെ. എസ്കുലസ് ഗ്ലാബ്ര, അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മരുന്നുകളാണ്. പോർട്ടൽ ഹൈപ്പർ ടെൻഷനിൽ ഇതിനെ കവച്ചു വെക്കാൻ വേറെ മെഡിസിൻ ഇല്ല. ഓക്കെ. പോർട്ടൽ ഹൈപ്പർ ടെൻഷനിൽ എസ്കുലസ് ഗ്ലാബ്ര ടിഞ്ചർ കിട്ടാൻ കുറച്ച് പാടാണ് ഇപ്പോ. കാരണം എല്ലാവരും ഒന്നും എടുത്തു വെക്കണില്ല. അതുകൊണ്ട് ഈ സാധനം കിട്ടാൻ കുറച്ച് പാടാണ്. കിട്ടുകയാണെങ്കിൽ കുറച്ചധികം വാങ്ങി വെച്ചോ. ഓക്കെ. എസ്കുലസ് ഗ്ലാബ്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു ആൽക്കഹോളിക് കേസ് ഉണ്ടായിരുന്നു. ആൽക്കഹോളിക് പേഷ്യന്റ് എന്നല്ല പറയേണ്ടത്, അതിന് മുഴുവൻ ഇതായിരിക്കും. അവന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു 5-6 മാസം അടിച്ചടിച്ചടിച്ച് ലിവർ പോയി, ലിവർ സിറോസിസ് വന്ന് അവൻ എവിടെയെങ്കിലും വഴി കിടന്ന് പ്രശ്നമായി കൈയും കാലും പൊട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും. അവിടുന്ന് അവര് ഒന്ന് കോൺഷ്യസ് ആകുമ്പോൾ അവൻ അവിടുന്ന് ചാടും. അവിടുന്ന് ചാടി നേരെ എൻ്റെ അടുത്ത് വരും. വഴിയിൽ നിന്ന്. അപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം അവൻ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിരിക്കും അവിടുന്ന് പൊങ്ങിയിട്ട്. അവരവസാനം പേര് വെട്ടിച്ച് പിന്നെ അവൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ എടുക്കാതെയായി. പല ഹോസ്പിറ്റലുകളും എടുക്കാതെ. കാരണം സിറോസിസും പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ഛർദിക്കും, ഹെമറ്റോമസിസ് ഉണ്ടാവും. അവൻ തിരിച്ച് നമ്മളുടെ അടുത്ത് വരും. ഒരു 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അവനൊന്ന് സ്റ്റഡിയാക്കും. ഒരു 4-5 മാസം അവൻ കുടിക്കില്ല. പിന്നെ തുടങ്ങും. ഇത് 7 പ്രാവശ്യമായിട്ട് അവസാനം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പറഞ്ഞു, പൊന്നു മോനെ ഇനി ഇവിടെ വരരുത്. 7 പ്രാവശ്യം സിറോസിസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് കംപ്ലീറ്റ് ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ഏകദേശം ഒരു 4-5 കൊല്ലമായി ഇത് തന്നെ പണി. ഇടയ്ക്ക് പണി പോവും. അവൻ കോർപ്പറേഷനിലൊരു മറ്റേ നമ്മുടെ ഇതെടുക്കുന്നതാണ്, എന്താ പറയുക, ചവറൊക്കെ കൊണ്ടുപോകണവനാ. അവൻ അടിച്ചടിച്ചടിച്ച അവസാനം ശരിയായിട്ട് അവന്റെ ജോലി വരുമ്പോൾ അവരുടെ സാറന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് സാറന്മാർ ജോലി കളയാതെ ഒപ്പിച്ചോണ്ട് നിൽക്കുകയാണ്. അത് റെഡി ആകുമ്പോൾ പിന്നെ കയറി വരും, പിന്നെ പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഹീസ് ടോട്ടലി ഹെൽത്തി. ഈവൻ നമ്മളുടെ ലിവർ സ്കാൻ ചെയ്തപ്പോൾ പോലും ആ സോണോളജിസ്റ്റ് പറയണം ഇതൊക്കെ എങ്ങനെ ശരിയാവണം. അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിസിൻസ് കാൽമഗ് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെപ്റ്റാൻഡ്ര എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് നമുക്ക്. ലെപ്റ്റാൻഡ്ര ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ആൽക്കഹോളിക് സിറോസിസിനും ലിവർ ഫെയിലിയേഴ്സിനൊക്കെ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. ബ്ലാക്ക് ടാറി സ്റ്റൂൾ ആണ് അതിന്റെ ഇത്. പിന്നെ നമുക്ക് ഈ ലെപ്റ്റാൻഡ്ര ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിംറ്റം എന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടുള്ള സിംറ്റംസ് ഒന്നും ബോറിക്കൽ കൊടുത്തിട്ടൊന്നുമില്ലെങ്കിലും 1-2 സിംറ്റംസിലാണ് നമുക്ക് കയറി കുത്തുക. അതൊക്കെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമുണ്ട്. പല സ്ഥലത്തുനിന്നും പലരും പറയും, നമ്മളതൊന്ന് ട്രൈ ചെയ്യും. ആകെ കിട്ടുന്ന സിംറ്റം എന്ന് വെച്ചാൽ ഫൗൾ സ്മെല്ലായിരിക്കും സ്റ്റൂളിന്. ഓക്കെ. അപ്പൊ ആ ഒരു സിംറ്റത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ കയറി കുത്തുക. പിന്നെ ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സിംറ്റംസിൽ ലെപ്റ്റാൻഡ്ര വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ. ഫോസ്ഫറസ് ഞാൻ പറഞ്ഞു. പിന്നെ ടെറക്സാക്കം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ വയറ്റിന്റെ അകത്ത് ഈ മഞ്ഞപ്പിത്തം ഉണ്ടാവും. വയറിന്റെ അകത്ത് ഒരുമാതിരി ഈ എയർ ബബിൾസ് ഇങ്ങനെ കിടന്ന് കളിക്കും. അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, സാറ് ഗ്യാസ് അവിടുന്ന് ഇങ്ങനെ നമ്മൾ ഈ നൊര പൊങ്ങണ പോലെ നമുക്ക് വയറ്റിൽ നിന്ന് വരും സാർ. അത് ചിലപ്പോൾ എല്ലാ കേസുകളിലും കിട്ടണമെന്നില്ല, പക്ഷെ മിക്കവാറും കിട്ടും. കാരണം വെച്ചാൽ ഇവർ എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കും. അപ്പൊ ഈ സാധനം കിട്ടും. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. 2 ദിവസം ഒന്നും കഴിക്കാൻ പറ്റാതെ ആകുമ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ഗ്യാസ് വന്നു പറയുമ്പോൾ അവർക്ക് ചിലവർക്ക് നോട്ടഡ് ആയിരിക്കും, ചിലവർക്ക് ഇതുപോലെ ബബിൾസ് വരും. അങ്ങനെയുള്ള സിംറ്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻ ആണ് ടെറക്സാക്കം. എന്റെ സ്പെല്ലിംഗ് കഴിച്ചിട്ടുണ്ട് സാറേ. സാറ് TARAXACUM. ടെറക്സാക്കം നമ്മുടെ സിമ്പിൾ എല്ലാ മെഡിസിൻസിലുള്ളതാണ്. ഓക്കെ. ലെഫ്റ്റ് ഹാൻഡ്രയുടെ സ്പെല്ലിംഗ് LEP അത് തന്നെ. ഓക്കെ. പിന്നെ ഉള്ളത് നാട്രം ഫോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മെഡിസിൻസിലുള്ളതാണ്. ലൈക്കോ നമ്മൾക്കറിയാം, മെർക്കോറ്, മെർക്സോള്. പിന്നെ അനദർ മെഡിസിൻ വൈപ്പറ.
വൈപ്ര സ്നേക്ക് പോയിസൺ ആണ്. വൈപ്ര അനദർ ബെസ്റ്റ് മെഡിസിൻ ഫോർ വാട്ട്? വെരിക്കോസ് അൾസർ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻസ്. വെരിക്കോസ് അൾസറിനും വെരിക്കോസ് വെയിൻസിനും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. അത് തന്നെ നമുക്ക് ഈ ലിവറിലും വരും. ലിവറിൽ സ്പോട്സ് വരും, നെറ്റ് റാഷസ് വരും. വൈപ്ര എന്ന് പറഞ്ഞാൽ അണലിയാണ്. അണലി കടിച്ചാൽ എങ്ങനെയാണ്? ബ്ലീഡിങ് വരും. അപ്പൊ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ദ സിറോസിസിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് വൈപ്ര. ഓക്കെ, എല്ലാ കേസിലും കിട്ടണമെന്നില്ല. വൈപ്ര ക്യാൻ ബി തോട്ട് അബൌട്ട് ഇൻ നമ്മുടെ ബ്ലീഡിങ് കേസസിലുണ്ടല്ലോ, തലസീമിയ, വൈപ്ര, അതുപോലെ നാജ, ബോത്രോപ്സ്, ഇതൊക്കെ നമുക്ക് തലസീമിയ കേസുകൾ കൂടുതൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ ക്വാസിയ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, QUASSIA. അത് ഈ സിറോസിസ് വന്ന് ലാസ്റ്റ് സ്റ്റേജസിൽ ലിവർ സിറോസിസ് വിത്ത് അസൈറ്റിസ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ക്വാസിയ എന്ന് പറഞ്ഞിട്ട്. ടീച്ചറാണോ കൊടുക്കുന്നത്? ടിഞ്ചർ. പിന്നെ ഇങ്ങനത്തെ സ്റ്റേജിൽ നമ്മൾ വേറൊരു പണി ചെയ്യും. നമ്മുടെ എറിജിറോൺ ഇല്ലേ, എറിജിറോൺ ടിഞ്ചർ വെച്ചിട്ട് അത് ഉള്ളിലും കൊടുക്കും, അത് അനീമയായിട്ടും കൊടുക്കും. ഓക്കെ, ഇതിപ്പോ അനീമിയ എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. നോ അതർ ഗോ. നമ്മളുടെ മുമ്പിലുള്ള പേഷ്യന്റിന്റെ ലൈഫ് സേവിങ് ആണ്, നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റ് റിസോർട്ടാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ ഡ്രസ്സൊക്കെ ഊരി, ഒന്നില്ലെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് കറക്റ്റ് പറയുക, ഇന്ന പോലെ ഒരു 2 നേരം ഇത് ചെയ്യാൻ പറയാം. യു ഗെറ്റ് വണ്ടർഫുൾ റിസൾട്ട്. അസൈറ്റിസ് ഒക്കെ പെട്ടെന്ന് കുറയും. എനിമ കൊടുക്കുന്നത് എങ്ങനെയാ സാർ? വെള്ളത്തിൽ നമ്മുടെ ആ പമ്പില് എനിമ പമ്പ് കിട്ടുമല്ലോ, വെള്ളം ചേർത്ത് ടിഞ്ചർ വെള്ളം ചേർത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ചില സമയത്ത് നമുക്ക് ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ നേരിട്ട് ടിഞ്ചർ തന്നെ എനിമയിൽ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വരുമ്പോൾ സമയം എടുക്കും. പക്ഷെ അല്ലാതെ വെള്ളം ചേർത്ത് നമ്മൾ 30 ml ടിഞ്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 1 ലിറ്റർ വെള്ളം ചേർക്കുക. 30 ml to 1 ലിറ്ററിൽ വെള്ളം ചേർത്ത് നമ്മൾ അനീമിയ കുറേശ്ശെ കൊടുക്കാൻ പറയാം. അത് 2 നേരം 3 നേരം ആക്കിയിട്ട് കൊടുക്കാൻ പറയാം. ലെഫ്റ്റ് ആൻഡ്രം ഇത് എറിജിറോണാ പറഞ്ഞത്. എറിജിറോൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇത് നമ്മളുടെ എന്താ പറയുക, ക്ലോറാലം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ക്ലോറാലം, CHLORALUM, ക്ലോറാലം. ഇതെല്ലാം ബോറിക്കുള്ള മെഡിസിൻ. ക്ലോറാലത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം അടിക്കുന്നവരുടെ ഇതില് ചിലവർക്ക് ബോഡിയിൽ ഭയങ്കര ഇച്ചിങ് വരും. അപ്പൊ ഇച്ചിങ് വരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണോ എന്ന് നോക്കണം. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഡോളിക്കോസ്. ഓക്കെ, നമ്മുടെ നായക്കൊറണപ്പൊടി. ഓക്കെ, ക്ലോറാലം എന്ന് പറയുന്നത് സ്കിന്നിൽ ഇച്ചിങ് വരും. പിന്നെ ചെലിഡോണിയത്തില് നമ്മൾ വെറുതെ ചെലിഡോണിയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് കൊടുക്കുന്ന ചെലിഡോണിയം അല്ല. ചെലിഡോണിയത്തിന്റെ ഒരു സിംറ്റംസ്, ലിവർ എഫക്ഷൻസിൽ വരുന്ന സിംറ്റംസ് എല്ലാം അവൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. എംപ്റ്റി സ്റ്റൊമക്ക്, ചെലിഡോണിയത്തിന്റെ എത്ര ഹൈ ബിലിറൂബിൻ ഉണ്ടെങ്കിലും അവന് വിശപ്പ് മാറില്ല, അവൻ എപ്പോഴും തിന്നുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ചെലിഡോണിയം ഇസ് ബെസ്റ്റ് വെൻ ലിവർ ആൻഡ് സ്റ്റോണും കൂടി, ഗോൾ ബ്ലാഡറും കൂടി എഫക്റ്റഡ് ആണ്. നമ്മൾ ചെലിഡോണിയം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് മിക്കവാറും ലിവറിൽ മാത്രം എഫക്ഷൻസ് വരുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കും. പക്ഷെ അതിനേക്കാളും എഫക്ട് വരുന്നത് ഗോൾ ബ്ലാഡർ ഇതുകൊണ്ട്, കോളിസിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ കോളിലിത്തിയാസിസ് കൊണ്ട് വരുന്ന ജോണ്ടിസിനാണ് ചെലിഡോണിയം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ലൈക്കോ
ആ പിന്നെ നമുക്ക് ബിയർ അടിച്ചിട്ട് നമ്മള് പറയും ബിയർ മാത്രം അടിച്ചിട്ട് വരുന്നതുണ്ട്. അയ്യോ, അത് ഒന്ന് രണ്ട് കേസുകൾ മാത്രം കിട്ടിയതാണ് എനിക്ക്. ആ ഒരു കേസിന് ടാരിഫ് എത്തിയിട്ട് ഇങ്ങനെ correct ആയിട്ട് ഇല്ല. പിന്നെ വന്നത് ബിയർ പോട്ട് ബെല്ലി കാഡസ്. ഓക്കെ, കാഡസിന് നമ്മൾ വെള്ളം അടിച്ചിട്ടായിരിക്കില്ല. അവര് വന്നിട്ട് പറയും ഡോക്ടർ എന്റെ ഇത് വന്നത് എങ്ങനെയാ, മഞ്ഞപ്പിത്തം വന്നത്, ഞാൻ ബിയർ മാത്രമേ കഴിക്കുള്ളൂ. ബിയർ മാത്രം കഴിച്ച് വരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ നമുക്ക് ആദ്യം ആലോചിക്കേണ്ടത് കാഡസ് ആണ്. പിന്നെ ആൽക്കഹോളിസം ക്രേവിങ്ങിന് കുറെ ഉണ്ട്. പക്ഷെ എന്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആസിഡ് സൾഫാണ്. ഓക്കെ, നമുക്കത് കുറയ്ക്കാനും പറ്റും, എല്ലാത്തിനും പറ്റും. പക്ഷെ അതിന് ജോണ്ടിസ് വരണമെന്നൊന്നുമില്ല. ക്രേവിംഗ് ഫോർ ആൽക്കഹോൾ ആണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. അത് സാർ ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നത്? ഞാൻ ടിഞ്ചറാ കൊടുക്കുന്നത്. ടിഞ്ചർ ടു 1 ടിഞ്ചർ അല്ലെങ്കിൽ 1 ഇങ്ങനത്തെ കേസുകളിൽ ടിഞ്ചർ അല്ലെങ്കിൽ 1. ആൽക്കഹോളിക് ക്രേവിംഗിൽ ഫസ്റ്റ് ഞാൻ ചിന്തിക്കുന്നത് സിഫിലിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നെക്സോമിക്ക നല്ലതാണ്. ഓക്കെ, നമ്മൾ സാധാരണ കൊടുക്കും. പക്ഷേ നമ്മുടെ ക്യൂർക്കസിനൊന്നും എനിക്ക് അത്ര ആക്ഷൻസ് കിട്ടിയിട്ടില്ല ആൽക്കഹോളിക് ക്രേവിംഗ് നിർത്താനുള്ളത്. ഓക്കെ, അത് ഞാൻ കറക്റ്റ് ആയിട്ട് പോയില്ല. അത് ക്രേവിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത്. ഞാനത് കറക്റ്റ് കൂടുതൽ കുറെ ഉണ്ട്, അത് കുറെ മെഡിസിൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പോയിട്ടില്ല. ഇത് ആൽക്കഹോളിക് ജോണ്ടിസം അല്ലെങ്കിൽ നമ്മളുടെ മഞ്ഞപ്പിത്തം മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അനദർ ബെസ്റ്റ് മെഡിസിൻ നമ്മൾ ചിന്തിക്കാത്തൊരു മെഡിസിൻ ബെർബറിസ് വൾഗാരിസ്. ബോൾ സ്റ്റോണും കൂടി ഉണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. ഓക്കെ, ഒരു 10-15 മെഡിസിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ജോണ്ടിസും ക്ലിയർ ആകും. പക്ഷെ ചെലിഡോണിയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കവാറും ലിവർ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിലും റൈറ്റ് സ്കാപ്പുല നമ്മുടെ ഇവിടെ കറക്റ്റ് ഈ സ്പോട്ടിൽ വേദന ഉണ്ടാവും. അത് ചിലപ്പോൾ റൈറ്റ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ മാത്രം എക്സാക്ട് നമുക്ക് ഈ സ്പോട്ടിൽ സ്കാപ്പുലയുടെ താഴെ വേദന ഉണ്ടാവും. അതും കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട, ചോദിക്കേണ്ട, നോക്കണ്ട. യു ക്യാൻ കീപ് ആ മെഡിസിൻ കൊടുക്കുക, റിസൾട്ട് കിട്ടിയിരിക്കും, 100% കിട്ടിയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സാറേ, ക്ലോറാലം ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നത്? 30 അല്ലെങ്കിൽ കിട്ടുന്ന പൊട്ടൻസി. അതേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ 6 ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ 30 ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ 200 ആയിരിക്കും. നമുക്ക് എപ്പോഴും ആ മെഡിസിൻ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഞാൻ ഒരു 2-3 കുപ്പിയൊക്കെ സ്റ്റോക്ക് ആക്കി വെക്കും. എപ്പോ കിട്ടുന്നോ വാങ്ങി 1-2 മെഡിസിൻസ് ഒക്കെ, ഇങ്ങനത്തെ മെഡിസിൻ നമുക്കറിയാം ഇഷ്ടംപോലെ ആൽക്കഹോളിക് കേസുകൾ വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഞാൻ കൂടുതൽ ഇത് വെക്കാറുണ്ട്, കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. വേറൊരു സാധനം നമ്മൾ വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് യുക്ക. YUCAA, യുക്ക. ഓക്കെ, അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലിവർ സിറോസിസ് 3rd ഗ്രേഡിൽ 2nd to 3rd നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് യുക്ക. വിത്ത് ജോണ്ടിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 2nd സ്റ്റേജ് അസൈറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന 3rd സ്റ്റേജ് അല്ലെങ്കിൽ ലിവർ ഫെയിലിയറിലോട്ട് നീങ്ങാൻ പോകുന്ന കേസുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്.
ഓക്കെ. ഇത് ടിഞ്ചറാണോ അത്? ടിഞ്ചർ യുക്ക ടിഞ്ചർ. യുക്ക ചിലപ്പോൾ നമുക്ക് ഇതിനും കൊടുക്കാൻ പറ്റും ഡോക്ടർ, ഫൈബ്രോയിഡിനും കൊടുക്കാൻ പറ്റും. സിയോനാന്തസ്. വേറൊരു മെഡിസിൻ ഉണ്ട്, 2-3 മെഡിസിൻ ഉണ്ട്. സിയോനാന്തസ് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന. സിയോനാന്തസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എലോങ് വിത്ത് ലിവർ, സ്പ്ലീനും കൂടി എൻലാർജ്ഡ് ആവുന്നത് നമ്മുടെ ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻസ് ഒക്കെ വരുമ്പോഴാണ് സ്പ്ലീൻ എൻലാർജ്ഡ് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷൻ വരുന്നത് മലേറിയയാണ്. മലേറിയയിൽ സിയോനാന്തസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അതിലും എഫക്റ്റീവായിട്ട് മലേറിയയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മലേറിയ ഒഫീഷ്യനാലിസ്. അപ്പൊ മലേറിയ ഒഫീഷ്യനാലിസ് മലേറിയൽ കേസിലും കൊടുക്കാം, സ്പ്ലീനിലും കൊടുക്കാം. സ്പ്ലീൻ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളിലും മലേറിയ കൊടുക്കാം. മലേറിയ ഒഫീഷ്യനാലിസ് കാരണം വെച്ചാൽ നമുക്കിവിടെ മലേറിയ കൂടുതലെങ്കിലും കാസർഗോഡ് അവിടെ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്ന ചിലവരുടെ കേസുകളിൽ നമുക്ക് കിട്ടാറുണ്ട്. കാരണം എറണാകുളത്തുള്ളവർ മിക്കവാറും ഇപ്പോ നമ്മുടെ ബ്രോഡ്വേയില് മാർക്കറ്റിലുള്ളവരൊക്കെ മിക്കവാറും കണ്ണൂർക്കാരും കാസർഗോഡുകാരൊക്കെ ഉണ്ട് കുറെ പേര്. അപ്പൊ ചിലപ്പോൾ അവർ നാട്ടിൽ പോയിരിക്കുമ്പോൾ മംഗലാപുരത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചിലപ്പോൾ കാസർഗോഡ് നിന്ന് ചില ഇതിൽ അവരറിയാതെ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. മലേറിയ ഒഫീഷ്യനാലിസ് വാങ്ങി വെക്കുക, കിട്ടുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഇവിടെ കിട്ടും, ചിലപ്പോൾ കിട്ടാറുണ്ടായിരുന്നു. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അത് 100% മലേറിയൽ ഇത് നമ്മുടെ ഇതില് നമ്മുടെ നമ്മള് നോക്കൂലോ എന്താ പറയാ അല്ല, പെരിഫറൽ സ്മിയറിൽ മാത്രമല്ല, നമ്മുടെ ആ ലാബിലൊക്കെ നോക്കണ സാധനത്തിന്റെ പേര് മറന്നുപോയി. മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ മലേറിയൽ പാരസൈറ്റ് പോലും ഇല്ലാണ്ടാവും. 100% ഗ്യാരണ്ടി. അതിൽ ഒരു കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന കേസ് കേട്ടോ. അതും കിട്ടുന്ന പൊട്ടൻസി. അതും കിട്ടുന്ന പൊട്ടൻസി. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു പൊട്ടൻസി കിട്ടണമെന്നില്ല ഇങ്ങനത്തെ സാധനം. 30 കിട്ടിയാൽ 30 2-3 കുപ്പി ഇപ്പോഴും എന്റെ ക്ലിനിക്കിൽ 2 ബോട്ടിൽ ഉണ്ട്. എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. പിന്നെ ടീനോസ്പോറ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ വെരി ഗുഡ്. ടീനോസ്പോറ നമ്മൾ കൊടുക്കുന്നത് എന്തിനാ? ഫീവറിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന മെഡിസിൻസ് ആണ് ടീനോസ്പോറ, അല്ലേ? അപ്പൊ ടീനോസ്പോറ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. പിന്നെ ലൈക്കോ നാട്രം ഫോസ്, ഇതൊക്കെ നമുക്കറിയാവുന്ന മെഡിസിൻസ് ആണ്, നമ്മൾ സ്ഥിരം കൊടുക്കുന്നതാണ്. പക്ഷെ ഫോസ്ഫറസ് അത് വിട്ടിട്ടുള്ള ഒരു കളിയും ഇല്ല. മിക്കവാറും എല്ലാ കേസുകളിലും നമുക്ക് ഫോസ്ഫറസ് കൊണ്ട് നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നു മെഡിസിൻസിൽ ഇത്രയും ഡീറ്റെയിൽസ് മതി. ഒരു ചെറിയൊരു ടോപ്പിക് അല്ലേ നമുക്കുള്ളത്. ഒരു ഡിസ്കഷൻസിലോട്ട് പോവാം. നമ്മൾ ആദ്യം തന്നെ ഡിസ്കഷൻ ആണ്, ഇപ്പൊ മോണോട്ടോൾ ഇതായിപ്പോയി. ചർച്ച പോലെ പറയട്ടെ. ആർക്കെങ്കിലും ഒക്കെ ഇതിലും നല്ല എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ. ആരും ഇങ്ങനെ മടിച്ചു നിൽക്കരുത്. ഞങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് പഠിക്കണം. എല്ലാവരും സീനിയർ ഡോക്ടേഴ്സ് ആണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. ഞങ്ങളും ഇരിക്കുന്നത് പഠിക്കാനായിട്ടാണ്. അതുകൊണ്ട് ദേവൻ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഭാഗ്യലക്ഷ്മി ഡോക്ടർ എവിടെയോ കണ്ടല്ലോ ഞാൻ. ഭാഗ്യലക്ഷ്മി ഡോക്ടർ ഉണ്ടോ? കേറിയിട്ടില്ല. ദേവൻ ഡോക്ടറെ ആർക്കും ഇല്ല, ഡൗട്ടും ഇല്ല, ഒന്നുമില്ല. എന്തെന്നാണ് ഇല്ല പറയാ വരും. ആദ്യം ഒരു ചെറിയൊരു തുടക്കത്തിലൊരിതുണ്ട്. ഇനി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. അവരവരുടെ അനുഭവങ്ങളും കൂടി ഒന്ന് ഈ ക്ലാസ്സിൽ പറയണം. ഈ സന്ദർഭത്തിൽ നമുക്കിത് അത്യാവശ്യമുള്ളൊരു കാര്യം കൂടെയാണ്. രാജേഷ് താര ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ അകത്ത്. ആര്? ഡോക്ടർ താര.
താര ഡോക്ടറെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആണ് ഇവരൊക്കെ. നോക്കട്ടെ. അറുപത്തേഴ് ഡോക്ടർമാരുണ്ട്. ഒരാള് ഒരു കൊളസ്ട്രിനം. Colostrinum is one of the best medicine for gallstone. Gallstone jaundice അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇതിന്. പിന്നെ ജുഗ്ലൻ സീറിയ കൊളസ്ട്രോൾ ഗോൾസ്റ്റോൺ കോളിക്കിനും ഗോൾസ്റ്റോൺസിനും പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ജുഗ്ലൻ സീറിയ. JUGLA ജുഗ്ലൻസ് LANS. ക്ലോറാലത്തിന്റെ പൊട്ടൻസി 30 അല്ലെങ്കിൽ കിട്ടുന്ന പൊട്ടൻസി. അതുപോലെ ഗോൾസ്റ്റോൺ ഉള്ളവർക്ക് ഡോക്ടർ ജയചന്ദ്രൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ ഒന്ന് പറഞ്ഞോളൂ സാറേ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം സാറേ. കേൾക്കാം സാർ. എന്തോ ശബ്ദം വരുന്നുണ്ട്. രണ്ട് മൊബൈൽ എന്തെങ്കിലും രണ്ട് ഇത് വെച്ചിട്ടുണ്ടോ? എനിക്ക് അപ്പം മ്യൂട്ടായി പോയി. അൺമ്യൂട്ട് ചെയ്യോ ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാമേ. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോ. അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. സിയോനാന്തസിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു മെഡിസിനും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പ്ലീൻ എൻലാർജ്മെന്റില് നമ്മുടെ പോളിംന എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പൊളിംന എന്ന് പറഞ്ഞിട്ട് POLYMNIA പൊളിംന. ടിഞ്ചർ. അത് എന്തിനു വേണ്ടിയായിരുന്നു? ലിവർ പ്ലസ് സ്പ്ലീൻ എൻലാർജ്മെന്റ് അങ്ങനെയുള്ള ജോണ്ടിസിന്, അതായത് ഇക്ടറസിന് ഉപയോഗിക്കും. ചിയോനാന്തസും ഉണ്ട്. ചിയോനാന്തസിന്റെ വേറൊരു ഗുണം കൂടി ഉള്ളത്, ചിയോനാന്തസും ഇതുപോലെ ചിയോനാന്തസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിലൊരു സ്കിപ്പ് നോട്ട്സ് വരും. മറ്റേ നേരത്തെ ബബിൾസ് പറഞ്ഞ പോലെ വയറിങ്ങനെ കിടന്നിട്ട് എരിപിരി കൊള്ളും. ഓക്കെ, ശരിക്കും നമുക്ക് കയറ് വിരിക്കണ പോലെ തന്നെ ഇത് കിട്ടും. പിന്നെ ചിയോനാന്തസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ മൈഗ്രെയിൻ. ഡോക്ടർ കോവളത്തായിരിക്കണം തോന്നണം. കേൾക്കാം. കേൾക്കാം സാർ.
ഡോക്ടർ ഈ ജുബിലൻസ് അറിയാം നമ്മുടെ ഗാൽ സ്റ്റോണിനോട് ഉപയോഗിക്കാമല്ലോ, ഗാൽ ബ്ലാഡർ സ്റ്റോണിന്. ഗോൾ ബ്ലാഡർ സ്റ്റോണിന് ഉപയോഗിക്കുന്ന ജുഗുലൻസ് ഏരിയ, ആ ജുഗുലൻസ് റീജിയ നമ്മുടെ ആക്സിലറി ആബ്സസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ജുഗുലൻസ് റീജിയ, ആ ആക്സിലറി ആബ്സസ്, അതുപോലെ വലിയ വലിയ ആബ്സസിനൊക്കെ ആ നല്ലതാണ്. ആ ആക്സിലറി ആബ്സസിന്റെ സ്പെസിഫിക് മെഡിസിൻസിൽ ഒന്നാണ് ആ ജുഗുലൻസ് റീജിയ. ആ. പിന്നെ ഡോക്ടറെ നമ്മൾ ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എങ്ങനെ മനസ്സിലാക്കണേ? പോർട്ടൽ ഹൈപ്പർ ടെൻഷനിൽ ഒന്ന് അല്ലെങ്കിൽ ആദ്യത്തെ സിംറ്റം അവൻ ഛർദ്ദിക്കുമ്പോൾ ചൊര ഉണ്ടാവും. ആ ആ ആ ഓക്കെ. ആ പിന്നെ ലിവർ സിറോസിസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവന്റെ വെള്ളോടിയുടെ ഹിസ്റ്ററി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കിട്ടും അവൻ പോർട്ടൽ വെയിൻ പൊട്ടിയിട്ട് പൊട്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. വേനസിൽ കൂടെയും ഒക്കെ ബ്ലഡ് വന്നതാണ്. ആ പിന്നെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ പിന്നെ നമ്മുടെ ഈ സിറോസിസ് ലിവർ വന്ന പേഷ്യന്റിന് ഫിറ്റ് വരാറുണ്ട് കൂടെ കൂടെ, അവിടെ നമ്മൾ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അത് ഫിറ്റ്സ് ആദ്യം കൺട്രോൾ ചെയ്യണം. ആ അപ്പൊ അതിന് ഫിറ്റ്സിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസും അതിന് കൊടുക്കുന്ന കുപ്രം അങ്ങനെയുള്ള മെഡിസിൻസ് കൊടുക്കുക. അതല്ലെങ്കിൽ അത് ലിവറിനും കൂടി ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആ പാത്തോളജി അല്ലെങ്കിൽ സ്പിയർ ഓഫ് ആക്ഷൻ ലിവറും ആ ബ്രെയിനും ഉണ്ടെങ്കിൽ ആ മെഡിസിൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. മനസ്സിലായ? മനസ്സിലായി മനസ്സിലായി. സ്പിയർ ഓഫ് ആക്ഷൻ അപ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത്. അതിന്റെ കൂടെ ബാക്കിയുള്ള സിംറ്റംസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ചിലതിലൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, കിട്ടുകയാണെങ്കിൽ വെരി ഗുഡ്. അതല്ലെങ്കിൽ നമ്മുടെ പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസിലോട്ട് പോവാം. സ്പിയർ ഓഫ് ആക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംറ്റംസ് നമ്മൾ കറക്റ്റ് ഇൻഡിവിജ്വലൈസേഷൻ മാത്രമല്ല, ഏത് സ്റ്റേജസിൽ വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റണം. അതിൽ നമുക്ക് മറ്റേ ഇൻഡിവിജ്വലൈസേഷന് വല്ല സാധനം കിട്ടുകയാണെങ്കിൽ, നമ്മൾ കേസ് ടേക്കിങ്ങിൽ ഇൻഡിവിജ്വലൈസേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ റെപ്പർട്ടറൈസേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ എപ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ നമ്മളുടെ ഫെയിലിയർ ആണ് അത് കിട്ടാത്തത്. പക്ഷെ അത് ഇത് വേണം. ഈ ഒബ്സ്ട്രക്റ്റീവ് ജാൻഡിസിന്റെ കൂടെ നമ്മുടെ ഗാൽ ബ്ലാഡർ സ്റ്റോണും അല്ലെങ്കിൽ ലിവർ സ്റ്റോണും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ ജിഗ്ലൻസിനറി അല്ലാതെ മറ്റേതെങ്കിലും ഡ്രഗ്സ് പറയുന്നുണ്ടോ? ഗോൾ സ്റ്റോൺസിന് ഇഷ്ടം പോലെ ഉണ്ട് സാറേ. ഗോൾ സ്റ്റോൺസിന് ഇത് എന്താ പറയാ, മറ്റേ കൊളസ്ട്രോളിന് ഉണ്ട്. പിന്നെന്താണുള്ളത്, പെൽറ്റൂറി ഉണ്ട്, നാട്രൻ, ഇത് മാക്സ് സൾഫ്. പിന്നെ ഗോൾഡ് സ്റ്റോൺ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു ആപ്പിൾ തെറാപ്പി ഉണ്ട്. അതായത് ഒരു 5 ദിവസം നമ്മൾ അവർക്ക് ആപ്പിൾ കൊടുക്കുക കഴിക്കാൻ. ഒന്നില്ലെങ്കിൽ റോ ആപ്പിൾ, അല്ലെങ്കിൽ ആപ്പിൾ ഒന്ന് പുഴുങ്ങിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ് കിട്ടുമല്ലോ. അങ്ങനെ ഒരു 3-4 ആപ്പിൾ ഒരു ദിവസം കൊടുക്കുക. അതിൻ്റെ കൂടെ ഭക്ഷണം കുറച്ച് ഫുഡും കഴിക്കാൻ പറയും. ബാക്കിയുള്ളത് ഇത് കൊടുക്കുക. 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം നമ്മൾ ആപ്പിൾ മാത്രം. ആപ്പിളിൽ നമ്മൾ ഒലിവ് ഓയിലില്ലേ, ഒലിവ് ഓയിലിൽ മാക്സ് സൾഫ് പൊടിക്കുക, എന്നിട്ട് കുറച്ച് ലൈമും കൂടി ഇടുക. അന്ന് ആ പേഷ്യൻറ്റിന് എംപ്റ്റി സ്റ്റൊമക്ക് ഇടുക. ഓക്കെ. എന്നിട്ട് ആപ്പിളും ഒലിവ് ഓയിലും ഇത് മാത്രം അവൻ്റെ ഡയറ്റ് ആക്കുക. 1 സ്പൂൺ ഒലിവ് ഓയിലിൽ ഈ മാക്സ് സൾഫ് ക്രിസ്റ്റൽസ് കിട്ടും. അതും ഈ ഒലിവ് ഓയിലും ലൈമും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. ആപ്പിള് കഴിക്കാൻ പറയാം, അല്ലെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ഇടാൻ പറയാം. അത് അങ്ങനെ 3-4 പ്രാവശ്യം കൊടുത്തിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഇതൊരു 1-2 പ്രാവശ്യം കൂടി കൊടുക്കുക. 6 മണിക്ക് കൊടുക്കുക, 8 മണിക്ക് കൊടുക്കുക, 10 മണിക്കും കൊടുക്കുക. ഒരു 70-80% കേസസിലും പിറ്റേഴ്സും ബോൾസിനും കുറെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ വാട്ടർ ഇൻടേക്ക് എങ്ങനെയാണ്, നമ്മൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യണോ? എൻ്റെ വാട്ടർ ഇൻടേക്ക് ഹി ക്യാൻ ടേക്ക് കൊടുക്കാം, പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൊടുക്കുക. പിറ്റേഴ്സും മോഷനിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മളുടെ മെഡിസിൻസ് ഉണ്ടാവുമല്ലോ, കാൽമിനൊക്കെ, ചെലിഡോണിയം,
അല്ലെങ്കിൽ കൊളസ്ട്രിനം അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുത്തുക. അതുപോലെ കാൽക്കുലി റിനാലിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ബെർബറിസ് വൾഗാരിസ്, കാൽക്കുലി റിനാലിസ് നമ്മുടെ ഇത് പൊടിക്കാനാണ് കൊടുക്കണതെങ്കിലും ഉം. പക്ഷെ ഇതിനും നല്ലതാ. ആ ഹൈഡ്രാഞ്ചിയ ആ സ്റ്റോൺസിനൊക്കെ നമ്മൾ ഏതൊക്കെ സ്റ്റോൺസിന് എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കുന്നോ അത് ഇതിനും അപ്ലിക്കബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ആ ഹൈഡ്രാഞ്ചിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അതിൻ്റെ കൂടെ ഈ ആപ്പിൾ തെറാപ്പിയും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10-15 ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആ ഭയങ്കര വ്യത്യാസം വരുത്താം. നന്ദി ജയചന്ദ്രൻ പിന്നെ ഡോക്ടറെ. ശ്രദ്ധിക്കേണ്ടത് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ എന്ന് മാത്രം നോക്കുക. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് അതിന്റെ പൊസിഷൻ നോക്കുക. ഒരു സെക്കൻഡേ. കൂടി 5 മിനിറ്റാണ് ഉള്ളത്. ഡോക്ടറുടെ അനുഭവങ്ങൾ പറയുന്നു ഡോക്ടറെ. ജയചന്ദ്രൻ സോറി, ഡോക്ടറുടെ സംശയം തീർന്നല്ലോ. ഓക്കെ ഓക്കെ ആ അപ്പൊ ഇനി ലിവർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അഡ്വൈസ് ആയിരുന്നു കിട്ടിയത്. ആ അല്ല ലിവർ ഡോക്ടർ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിന്റെ. വളരെ എപ്പോഴും നല്ല ക്ലാസ് ആണല്ലോ. മോശപ്പെട്ട ക്ലാസ് വരുമ്പോ ഞാൻ പറയാം പ്രത്യേകം. ഇത് നമ്മൾ ഇന്ന് വെളുപ്പിനാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഞങ്ങളൊരു 9 മണിക്കാണ് ഇന്ന് വിളിക്കുന്നത്. ഡോക്ടർ വേറൊരു ആവശ്യം എന്നെ വിളിച്ചതാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം. ഞാൻ ഇന്നലെ 3-4 പേരെ ക്ലാസ്സിൽ വിളിച്ചിട്ട് ശരിയായില്ലായിരുന്നു. നമസ്കാരം. നമസ്കാരം ആ, സാർ. നമസ്കാരം. മോശം ക്ലാസ് വരാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം സാർ. ഒന്നും മോശമാറില്ല. അനിൽകുമാർ ഡോക്ടറാണ് തോന്നല്ലോ സംസാരിക്കുന്നത്. അതെ അതെ അനിൽകുമാർ ഡോക്ടർ തന്നെ. അതെ നമസ്കാരം ഡോക്ടറെ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ ഈ ലിവർ സിറോസിസ് വിത്ത് അസൈറ്റിസ് ആണെങ്കിലോ? യുവാസിയ എറിജിറോൺ ഇറങ്ങിലോ? മിക്ക കേസിലും ഫെയിലിയർ ആവാണ് പതിവ്. എറഗ്രോൺ കൊടുത്താൽ മാറുമോ? വ്യത്യാസം വരും സാർ. ഫെയിലിയറിലോട്ട് പോകും. നമുക്കത് 100% പറയാൻ പറ്റില്ല. കാരണം ലിവർ ഓൾമോസ്റ്റ് പോയി, സിറോസിസ് 3rd സ്റ്റേജിൽ വന്നു. ലിവർ ഫെയിലിയർ വരുമ്പോഴേ ഏകദേശം അത് വരുമ്പോഴാണ് ഈ സാധനം വരുന്നത്. അല്ല, ഇപ്പൊ ഒരു കുട്ടിയുടെ ട്രീറ്റ്മെന്റ് 6 ആ. വയസ്സാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരിക്കുന്നത്. അതാ പറയണ. പക്ഷെ എത്രത്തോളം 100% സക്സസ് റേറ്റ് നമുക്ക് ഒരിക്കലും ബിലിറുബിൻ 24 അതൊക്കെ കൊണ്ടുവരാൻ സാറേ നമുക്ക്. ഞാൻ കൊണ്ടുവന്നു 13 വരെ. അത് കഴിഞ്ഞിട്ട് ഒന്ന് വീണ്ടും അഗ്രവേറ്റ് ചെയ്ത് 24. മെഡോറിനം കൊടുക്കുക. ഏത് പൊട്ടൻസി? 30. മെഡോറിനം കൊടുക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട്. കാരണം വെച്ചാൽ ആ ഒരു സ്റ്റേജസിൽ കുറഞ്ഞു വരണം, പിന്നെയും അത് അതിന്റെ ആക്ഷനിൽ കുറയും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. അല്ല, ലിവർ ട്രാൻസ്പ്ലാന്റ് പല കേസുകളും മാറിയ കേസുകൾ എൻ്റെ ഉണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ തന്നെ മാറിയ കേസുണ്ട്. പക്ഷെ എല്ലാ കേസിലും സക്സസ് അല്ല. എല്ലാ കേസും നമുക്ക് സക്സസ്ഫുൾ പറയാൻ പറ്റില്ലല്ലോ സാറേ. എന്നാലും നമുക്കൊരു 50-60% റിസൾട്ട് ഉണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാറേ. ഡോക്ടർ CA കേസ് അത് ലിവർ മാറ്റി വയ്ക്കാൻ പറഞ്ഞിരിക്കുക. കിംസിന്ന്, കിംസ് അല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് കിംസിലോട്ട് റെഫർ ചെയ്തിരിക്കുക. CA ആണോ? CA എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ലിവർ പോയെന്നുള്ളവര് പറയുന്നത്. അവര് പിന്നെ എല്ലാത്തിനും ലിവർ പോയി തന്നെയല്ലേ പറയുള്ളൂ. അതെ അതെ അതെ. നമുക്കൊന്ന് ട്രൈ ചെയ്തപ്പോ പേഷ്യന്റ് ഏതായാലും പിടിച്ചിരിക്കുന്നുണ്ട്. അത് കുറഞ്ഞോളും സാർ. മെഡോറിനം നല്ലൊരു മെഡിസിൻ ആണ്. അത് പെട്ടെന്ന് സൈക്കോട്ടിക് ടെൻഡൻസി, ഹൈപ്പൊട്ടൻസി. മെഡോറിനം 30 വേണം. ഹൈപ്പൊട്ടൻസി വേണ്ട. ഹൈപ്പൊട്ടൻസി ധൈര്യം പോരാ. അല്ലെങ്കിൽ മിക്കവാറും കേസുകളിലൊക്കെ ഞാൻ 10 ഒക്കെയാണ് ഞാൻ തുടങ്ങാറ്. പക്ഷെ ഇങ്ങനത്തെ കേസുകളിൽ ഞാൻ കുറച്ചൊന്ന് ഇങ്ങനത്തെ കേസിൽ 0 ബാറാണ് ഉപയോഗിക്കാറ്. മിനിമം ഡോസ് 0/3 എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇന്നേ വരെ 0/3 യൂസ് ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിൽ. അതിന് ഞാൻ 0/1 to 0/30 കുറെ കളക്ഷൻസ് ഇന്ത്യയിലുണ്ട്. അത് ട്രൈ ചെയ്തപ്പോ പല റിസൾട്ട് ഉണ്ട്. ഞാൻ ഡോക്ടറെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ല, 0/3 ഇന്നേ വരെ ഞാൻ തൊട്ടിട്ടില്ല. 0/3 അല്ല, 0/1 to 30. 0 ബാർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇന്നേ വരെ ഒരു പേഷ്യന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ അത് പക്ഷെ നമ്മള് സേഫാണ്. നമ്മളെ മെഡിസിൻ ഒന്നും ടെസ്റ്റ് ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മള് സേഫാണ്. ഇല്ല സാറേ, കുറെ
താക്കൽ സർജറി ഇതുപോലെ ആയിപ്പോയാൽ. ഇല്ല, കുറെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തേ പറ്റൂ, അല്ലാതെ ബോറിക്കിലും ബുക്കിലും ഒക്കെ അല്ല, എഴുതി നമുക്ക് വെച്ചിട്ട് എപ്പോഴും നമ്മുടെ കൊടുക്കാതിരിക്കണേ. പൊട്ടൻസി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ, പൊട്ടൻസി ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ ചിലവരുടെ എക്സ്പീരിയൻസ്, ഇപ്പൊ ഞാൻ പറയാം, കൊടുങ്ങല്ലൂർ ഒരു ഡോക്ടർ ഉണ്ട്, ശ്രീലത, അങ്ങനെ ഒരു ഡോക്ടറാണ്. അവർ ഹയർ പൊട്ടൻസി കഴിഞ്ഞിട്ടുള്ള കളിയേ ഉള്ളൂ. ആയിക്കോട്ടെ ഡോക്ടറെ, അതിപ്പോ ഞാൻ ഹയർ പൊട്ടൻസിയും കഴിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, ലോവർ പൊട്ടൻസിയും കൊടുത്തിട്ടുണ്ട്, 15 മിനിറ്റ്സ് എല്ലാ പൊട്ടൻസിയും കൊടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ ഇതില് സർജറി കഴിഞ്ഞിട്ട് കീമോതെറാപ്പി എടുക്കാത്ത ഒരു 25 പേഷ്യൻസ് എന്റെ കയ്യിലുണ്ട്. 5 കൊല്ലം കഴിഞ്ഞ് യാതൊരു വിധ റിസൾട്ട്സും ഇല്ല. അത് അപ്പൊ ഓരോരുത്തരുടെ അതിന് ഒരു മോഡേൺ ധൈര്യം. മെഡിസിൻ എന്ത് ആൻസർ ആണ് തരാൻ? 10 മണി മോഡേൺ മെഡിസിൻ ആൻസർ തരാൻ പറ്റില്ല. 10 മണിയായില്ലേ മാഡം പറയാ. അതിലെ സാറ് സിറോസിസിന് കൊസിയാന്നൊരു മരുന്നോട് പറഞ്ഞിരുന്നു. ക്യുവാസിയ. കോസിയാമര. ആ, അങ്ങനെ ഒരു മരുന്നും കൂടെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതില് ഞാൻ വേറൊരു മെഡിസിൻ തപ്പിയെടുത്തത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരു പേഷ്യന്റ് കൊടുക്കുന്ന പേഷ്യന്റ് മരിച്ചുപോയി. ഓക്സിട്രോപ്പിസ്. എനിക്ക് അതിന് വലിയ എക്സ്പീരിയൻസ് ആയിട്ടില്ല, പക്ഷെ ഞാൻ റെഫർ ചെയ്തപ്പോ കിട്ടിയതാണ്. ഏതെങ്കിലും കേസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് മറുപടി പറയാം. ഒരാള് പറഞ്ഞത് ഡോക്ടറിന് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഏതായാലും നമുക്ക് ഓക്സിട്രോപ്പിസ്. നല്ലൊരു ക്ലാസ്, മണി 10 ആയിപ്പോയി. അതുകൊണ്ട് സമയത്തിന്റെ പരിമിതി മൂലം മാത്രം ഇടപെടുകയാണ്. പിന്നെ അതുപോലെ ബ്രയോണിയ 3X അസൈറ്റിസിന് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. ബ്രയോണിയ 3X മാഡം, ഞാൻ ബ്രയോണിയ ഈ യൂണിവേഴ്സൽ ഡ്രൈനസ് വെച്ചുകൊണ്ട് കൊടുത്തു നോക്കി, പക്ഷെ എനിക്ക് ഫെയിലിയർ ആയിരുന്നു. അതുപോലെ ഒരിക്കലും പിന്നെ രമാദേവി അമ്പാടി മാഡം പറഞ്ഞ ഡിജിറ്റാലിസ് 3X കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്കൊരു ഡയഫ്രമാറ്റിക് ഇവൻട്രിക്കേഷൻ എന്നൊരു രോഗം, നമ്മളാരും കേൾക്കാത്ത രോഗമാണ്, ഞാനും കേട്ടിട്ടില്ല. ഡയഫ്രം പുള്ളി ചെയ്യുമ്പോൾ പെയിൻ വരുന്നൊരു കേസ്, അതിന് എല്ലാരും വിട്ടൊരു കേസാണ്. ഡിജിറ്റാലിസ് സിറ്റിന് കൊടുത്തപ്പോൾ കുറഞ്ഞു. ഞാൻ പോലും ചിന്തിക്കാതെ റെഫർ ചെയ്തപ്പോ കിട്ടുമ്പോ കൊടുത്തു നോക്കിയാണ്. ഡയഫ്രം മുകളിലോട്ട് തള്ളുമ്പോൾ പേഷ്യന്റ് ശ്വാസം മുട്ടി. അപ്പൊ ഇത് ഓരോരുത്തരുടെ സ്റ്റഡി, അതായത് നമ്മുടെ ആവനാഴിയിൽ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട്, നമുക്ക് അറിഞ്ഞു. അതുപോലെ ഒരു നന്ദി പറയുന്നതിന് നന്ദി കൂടെ തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ ഈ അസൈറ്റിസ് കേസ് വരുമ്പോൾ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് കളയാൻ വേണ്ടി അഡ്വൈസ് ചെയ്യണ്ടേ? അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. അല്ലല്ല ഡോക്ടറെ, നമ്മള് അതായത് ആസ്പിറേഷൻ ചെയ്യും തോറും ഫ്ലൂയിഡ് കൂടുള്ളൂ, കൂടെ ഉള്ളു, കുറയത്തില്ല. ഡോക്ടറെ, നമ്മുടെ രമാദേവിയുടെ ഡിജിറ്റാലിസില് വരച്ചിട്ടിട്ടുണ്ടേ. കൊടുത്ത എനിക്ക് അനുഭവം കിട്ടിയ എന്താണ്? കേട്ടൂടാ. ഡോക്ടർ ഡിജിറ്റാലിസ് നല്ല മെഡിസിൻ ആണെന്ന് പറഞ്ഞു. അടിച്ചു മാറ്റിയ ബുക്കല്ലേ? അത് തന്നെ. ഓക്കെ. സാറ് നന്ദി പറയണേ. തീർച്ചയായിട്ടും. അല്ല, ഡിജിറ്റാലിസിന് സിംറ്റം കൂടെ പറഞ്ഞിട്ട് നന്ദി പറയാം. ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ബുക്കൊക്കെ തുറന്ന് ഞാൻ അടച്ചു വെച്ച്. അത് ഞാൻ കൊടുക്കാൻ ശരി. പിന്നെ പറഞ്ഞാ അസൈറ്റിസ് വന്ന് സ്ക്രോട്ടത്തിലോട്ടും കൂടെ വീക്കം ഉണ്ടായി, ഭയങ്കരമായ ഒരു വലിയതായി സ്ക്രോട്ടം. ആ ഒരു കണ്ടീഷനിലാണ് ഈ മരുന്ന് പറഞ്ഞത്. ഈ സ്ക്രോട്ടത്തിന്റെ വീക്കവും പോയി, അസൈറ്റിസും കുറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് ബ്രയോണി 3X ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്രയോണി അല്ല, ഡിജിറ്റാലിസ് അതിന് കൊടുത്ത്, പക്ഷെ ബ്രയോണിയ അല്ലാതെ അസൈറ്റിസിന് അല്ല, ഡിജിറ്റാലിസ് ഏത് പൊട്ടൻസി കൊടുത്തു മാഡം? 3X ആ കൊടുത്തേ. 3X ആണ്. ഓക്കെ, അത് ട്രൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, എനിവേ നമ്മുടെ എന്തെങ്കിലും പറയാനുണ്ടോ? എത്ര ഇന്റർവെല്ലിലാണ് കൊടുത്തത് ഈ 3X? കൊടുത്തേ. മിനിമം ഡോസാണോ? 4 ഡ്രോപ്സ്. 4 ഡ്രോപ്സ്. ഓക്കെ. എനിവേ വി വിൽ ട്രൈ. അതായത് ഈ എന്താ പറയാ, ആരും കേൾക്കാത്ത കേസുകൾ ട്രീറ്റ് ചെയ്യുന്ന
നമ്മുടെ സാഹസ് ഡോക്ടറിന് നമ്മുടെ IFPHന്റെ 1000 നന്ദികൾ. ഇനി വീണ്ടും വീണ്ടും ക്ലാസ്സിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. നന്ദി അനിൽകുമാർ ഡോക്ടർ. ഒന്നുകൂടെ പറയാം. ഡോക്ടർക്ക് ക്ലാസ് തുടങ്ങിയപ്പം ഭയങ്കര ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത് ഫെയിലിയർ ആയി പോകുമെന്ന്. പക്ഷേ ഈ 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടും നമുക്ക് നിർത്താൻ പറ്റാത്തൊരു ക്ലാസ് ആയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ് മാറിയത്. അങ്ങനെ നമ്മുടെ 1356ാമത്തെ സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഒരിക്കൽ കൂടി സദസ്സ് ഡോക്ടർക്ക് എന്റെ വിധം നന്ദി അറിയിക്കട്ടെ. ധനേഷ് ഡോക്ടറെ അടുത്ത് ഒന്ന് 2 ദിവസം മുമ്പെങ്കിലും ഒന്ന് പറയാൻ പറയണേ. അതെല്ലാരും പറയാറുണ്ട്. അതുപോലെ രാവിലെ 9:30 മണിക്കാണ് വിളിച്ചിട്ട് റെഡിമേഡല്ലേ, പിന്നെ ഇപ്പൊ എന്തും പറയാൻ പറ്റിയ ആൾക്കാരുള്ളപ്പോ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാമല്ലോ. അതുപോലെ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ദേവീന്ദ്രൻ ഡോക്ടർക്കും ഹിബർ ഡോക്ടർക്കും അനിൽകുമാർ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. കൂടാതെ ഈ സൂമിൽ ഇന്ന് പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.